എല്ലാം എനിക്കറിയാം മാധവൻകുട്ടി. താൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചിരിക്കുന്നതും. ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം മാധവൻകുട്ടിക്ക് വേറെ എവിടെയും കിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല. ശരിയായിരിക്കാം, പക്ഷെ 4 വശവും പോലീസ് ഓടി നടക്കുക. അവരുടെ കൈപ്പെടാതെ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ തനിക്ക് പോവാം. മാധവൻകുട്ടി, എന്റെ അമ്മൂമ്മയുടെ മനസ്സ് നിറയെത്താനാ. തന്നെ പോലീസുകാർ പിച്ച് ചിന്തെന്ന് കണ്ടു നിൽക്കാൻ കരുത്തില്ലാത്തോണ്ട് പറയാ. പോകരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ഡിപ്പാർട്ട്മെന്റ് തന്നില്ലേ? എന്നിട്ട് ഇതുവരെ അവനെ കുറിച്ച് പ്രൂവ് കിട്ടിയില്ലെന്ന് വെച്ചാൽ DGP എന്ത് പറയും? കാട്ടിൽ ഇനി അരിച്ചു പെറുക്കാൻ ഒരു സ്ഥലവും ഇല്ല സർ. നമ്മൾ ഫോറസ്റ്റ് വളയുന്നതിന് മുമ്പേ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ട് നോൺസെൻസ്! സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ അവൻ എന്തിനാണ് ജയിലടിയത്? സർ, അത് മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ മനസ്സ് വെച്ചാൽ അവനെ കസ്റ്റഡി എടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ അതിന് തുനിയുന്നില്ല. കാരണം നിങ്ങൾക്ക് അവനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട്. സാർ എന്താ ഈ പറയുന്നത്? എനിക്ക് അവനോട് പ്രത്യേക താല്പര്യമോ? എന്താ സംശയം? തന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡ്യൂട്ടി വേറെ, റിലേഷൻ വേറെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് സാർ ഞാൻ. എന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിൽ അടുപ്പമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമല്ല. മാധവൻകുട്ടി കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. എനിവേ 24 അവേഴ്സിനകം അവനെ കസ്റ്റഡിയിൽ എത്തിക്കണം സാർ. കോഫി എന്താ നന്ദേട്ടാ വല്ലാതെ? മുമ്പിൽ നിന്ന് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. പോകാനാ പറഞ്ഞത്. ഞാനാ നന്ദകുമാർ. അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവൻ ഈ ഫോറസ്റ്റ് വിട്ട് എങ്ങും പോയി കാണില്ല. നിങ്ങൾ ആദിവാസി കോളനി ഉൾപ്പെടെ എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ. മാധവൻകുട്ടി, മാധവൻകുട്ടി, കർമ്മം ചെയ്യാതെങ്കിലും അവനിങ് എത്തുവോ? എങ്ങനെ എത്താനാ? ഇവിടെ വന്ന പോലീസ് പിടിക്കില്ലേ? അപ്പൊ പിന്നെ കർമ്മങ്ങളൊക്കെ ആരാ ചെയ്യാ? ഞാൻ പോകുന്ന ആശാനെ. ഇല്ല, എങ്ങനെ പോകും? പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനൊക്കില്ല. അവരെന്നെ പിടിക്കേ കൊല്ലേ എന്ത് വേണേലും ചെയ്തോട്ടെ. എന്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ജയിലിൽ ചാടിയത്. ഏക മകനാ ഞാൻ. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പോണ ആശാനെ.
മകനില്ലാത്ത സ്ഥിതിക്ക് ചേട്ടൻ തന്നെ ആകട്ടെ, അല്ലാതെ എന്താ ചെയ്യാ? ഒക്കെ കർമ്മഫലമെന്ന് കരുതിയാ മതി. അതങ്ങോട്ട് വാങ്ങും എന്നെ. സാർ, കൃഷ്ണദാസനെയും ഈപ്പച്ചനെയും കൊന്നത് ഈ മാധവൻകുട്ടിയല്ല. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. കൃഷ്ണദാസനെ ഈപ്പച്ചനെയും കൊന്നത് ഈ നിൽക്കുന്ന മാധവൻകുട്ടി അല്ല. പിന്നെ ആരാ? തനിക്കറിയാവോ? അറിയാം സാർ. ആരാ? ഞാനാ. എന്തിനു വേണ്ടി? എന്റെ മകൾ കൊടുത്ത സ്ത്രീധന പണവും അവളുടെ ആഭരണവും എന്റെ തറവാട് സ്വത്ത് വിറ്റ് കിട്ടിയ പണവും കൊണ്ടാണ് കൃഷ്ണദാസ് കുറിക്കമ്പനി തുടങ്ങിയത്. കുറിക്കമ്പനി വളർന്നു വന്നതോടൊപ്പം അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. പെണ്ണിനും മദ്യത്തിനും അടിമയായ അവന് അവസാനം ഭാര്യയും കുഞ്ഞൊരു അതിയപ്പറ്റായി സാറേ. എനിക്കിനി ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വയ്യ അച്ഛ. മതിയായി. എപ്പോഴാണ് അയാൾ എന്നെയും കുഞ്ഞിനെയും കൊല്ലുകയെന്നറിയില്ല. ഈ നരകത്തിൽ നിന്ന് അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകണം. എന്താ മോളെ പാടുകള്? സേറ്റുകൊണ്ട് കുത്തിയതാ. ഇതിന് തക്കായിട്ട് എന്താ ഉണ്ടായതിപ്പോ? അച്ഛനോട് ഞാൻ എങ്ങനെയാ പറയാ? പുറത്തുനിന്ന് വേറെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഓരോ പകലും പോയി രാത്രിയാവുമ്പോ എനിക്ക് പേടിയാണ് അച്ഛാ. മോള് വേഗം റെഡി ആയിക്കേ, നമുക്ക് പോവാം. ഇവിടെ താമസിച്ചത് മതി. ചെല്ല്. അമ്മാവോ, ഇവളുടെ കെട്ടിയാനാന്നും പറഞ്ഞ് ഞാനൊരുത്തിന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഇവളെ ഇറക്കിക്കൊണ്ട് പോവോ? എന്റെ മോളെ നിനക്ക് കെട്ടിച്ചത് തല്ലാനും കൊല്ലാനൊന്നുമല്ല. അനുസരണക്കേട് കാണിച്ചാൽ ചിലപ്പോ തല്ലിയെന്നിരിക്കും, ചിലപ്പോ കൊന്നെന്നും ഇരിക്കും. നീ കാണിക്കുന്ന വൃത്തികേട കൂട്ടുന്നില്ലെങ്കിൽ അനുസരണക്കേടാവും അല്ലേ? അതിന് എന്റെ മോളെ കിട്ടില്ല. മോള് വേഗം റെഡി ആയിക്കേ, പോകാം. അങ്ങനെ കൊണ്ടുപോകാൻ താൻ വളർന്നിട്ടില്ല. ഇറങ്ങണ പുറത്ത്. ഞാൻ എന്റെ അച്ഛനോട് പോവാ. കേരളീയത്ത് കേറാൻ. ഇല്ല, ഞാൻ പോവും. നീ പോ. ആ, തെണ്ടി. കാച്ചിക്കളയും ഞാൻ. ഇറങ്ങണ പുറത്ത്. കേറാൻ. അച്ഛൻ പോയിക്കോ അച്ഛാ. പിന്നെ ഞാൻ എന്റെ മോളെ കാണുന്ന ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയല്ലേ സാറേ? അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവൻ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാ. എന്നിട്ട് അവന്റെ സ്വാധീനം ഉപയോഗിച്ചത് ആത്മഹത്യയാക്കി മാറ്റി. അത് ചോദിക്കാൻ ചെന്ന് എന്നെ അവന് ഈപ്പത്തിനൂടെ ചവിട്ടി പുറത്താക്കി സാറേ. അന്ന് മുതൽ ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കായിരുന്നു അവനെ ഒന്ന് കിട്ടാൻ. ഇതാണ് സാറേ ഉണ്ടായത്. കുറ്റയേറ്റ് പറഞ്ഞ് കീഴടങ്ങണമെന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചതാ. പക്ഷെ എന്റെ അമ്മ മോൾ അനാഥയാവല്ലെന്ന് ഓർത്തപ്പോ മനസ്സെന്നെ വിലക്കി. എന്നോട് പൊറുക്കണം കേട്ടോ. വാ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ അമ്മമ്മക്ക് ആരോരും ഇല്ലെന്ന് അറിയാമല്ലോ. അവളെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തണം. പിന്നെ എന്നെ തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ജഡവേറ്റ് വാങ്ങണം. എന്നിട്ട് ആചാരവിധി പ്രകാരം അടക്കം ചെയ്യണം. അങ്ങനെ ചെയ്യില്ലേ?